ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈവനിങ്ങിലെ പാറുവിനെ പിക്ക് ചെയ്ത് ഞങ്ങൾ പോകുന്നത് ലുലു മാളിലേക്കാണ്. ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ദിലു കുറച്ച് തിരക്കിലായതുകൊണ്ട് തന്നെ വീട്ടിലേക്കുള്ള മന്ത്ലി പർച്ചേസിങ് നടന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സ്കൂളിൽ നിന്ന് പാറുവിനെയും പിക്ക് ചെയ്ത് നേരിട്ട് ലുലു മാളിലേക്ക് പോകുന്നത്. പാറുവിന് ബേക്കറിയിൽ നിന്നും സ്നാക്സ് മേടിച്ചു കൊടുക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല. തൽക്കാലം അവളുടെ വിശപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കപ്പ ചിപ്സ് വാങ്ങി ഞങ്ങള് പോകുന്ന വഴിക്ക് കാറിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. കാറിൽ പെട്രോൾ കുറവായതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് പെട്രോളും അടിച്ചു. പെട്രോൾ അടിക്കുന്ന ഗ്യാപ്പിൽ ദിലു കപ്പ ചിപ്സ് മുഴുവൻ തിന്നു തീർക്കുകയായിരുന്നു കേട്ടോ. ആൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കപ്പ എന്ന് പറയുന്നത്. കപ്പ കൊണ്ട് എന്തുണ്ടാക്കിയാലും മുഴുവൻ കഴിച്ചു തീർത്തോളും. അങ്ങനെ പെട്രോളും അടിച്ച് നേരെ ലുലുമാളിലേക്ക്. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ തിരക്ക് കുറവായിരിക്കാനാണ് ചാൻസ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ മോളിൽ തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ മോളിനോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് പാർക്കിങ്ങിനായിട്ട് കിട്ടി. കൂടുതൽ നടക്കേണ്ടിയും വന്നില്ല. മോളിൽ കയറി നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. വേറെ എവിടെയും കയറിയില്ല. മോളിൽ തിരക്ക് കുറവാണെങ്കിലും ഹൈപ്പർ മാർക്കറ്റിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഏത് സമയത്ത് വന്നാലും നല്ല തിരക്ക് കാണുന്ന ഒരു സ്ഥലമാണ് ഹൈപ്പർ മാർക്കറ്റ്. മോളിലേക്ക് കാഴ്ചകൾ കാണാനായിട്ട് വരുന്നവരായാൽ പോലും ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് മേടിച്ചിരിക്കും. അതുകൊണ്ടായിരിക്കാം ഹൈപ്പർ മാർക്കറ്റിൽ എപ്പോഴും തിരക്കായിരിക്കുന്നത്. പാറു ടയേർഡ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഇരിക്കാനായിട്ട് ട്രോളിയിൽ സീറ്റും കൊടുത്തു. ഞങ്ങൾ ആദ്യം പോയത് കുക്കറിന്റെ സെക്ഷനിലേക്കാണ്. ഞങ്ങളുടെ കുക്കറിന്റെ വാഷറൊക്കെ കേട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് പഴയതും ആയിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയൊരു കുക്കർ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറെ നേരത്തെ തെരച്ചിലിനൊടുവിൽ നല്ലൊരു കുക്കറും മേടിച്ച് അടുത്ത സെക്ഷനിലേക്ക്. അങ്ങനെ വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തു. ലുലുവിൽ എപ്പോഴും നല്ല ഫ്രഷ് ഇലകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയാലും മസ്റ്റായിട്ട് ഇലകൾ ഞങ്ങൾ വാങ്ങാറുണ്ട്. ഇന്നും കുറച്ച് ഇലകൾ വാങ്ങി. അങ്ങനെ ഓരോരോ സെക്ഷൻ കവർ ചെയ്ത് ലാസ്റ്റ് ഞങ്ങൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്സിന്റെ സെക്ഷനിലെത്തി. അങ്ങനെ കുറച്ച് സ്നാക്സും ഞങ്ങൾ വാങ്ങി. സ്നാക്സ് ഒക്കെ വാങ്ങി കഴിഞ്ഞപ്പോഴേക്കും പാറു നല്ല ഉഷാറായി. പിന്നെ അവളുടെ ഡ്യൂട്ടി ടൈമാണ്. ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാനും അതിനുശേഷം എല്ലാം കവറിലാക്കാനും ഒക്കെ മിടുക്കിയാണ് അവള്. അതെല്ലാം കഴിഞ്ഞ് ബില്ലും മേടിച്ച ആളതാ പോകുന്നത്. അപ്പോഴാണ് കുക്കറിന്റെ വാറന്റി കാർഡ് എടുത്തിട്ടില്ല എന്ന് ഓർത്തത്. അങ്ങനെ ഞങ്ങള് ഹൈപ്പർ മാർക്കറ്റിന്റെ എൻട്രി ഭാഗത്തേക്ക് പോയിട്ട് കുക്കറിന്റെ വാറന്റി കാർഡും എടുത്തു. ബില്ലും വാറന്റി കാർഡ് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് അല്ലേ എന്ന് നോക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. കുറെ സാധനങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ട്രോളിയിൽ തന്നെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് കാറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ട്രോളി കയറ്റുന്ന എസ്കലേറ്ററിൽ ഞങ്ങൾ താഴേക്ക് പോയി. എസ്കലേറ്ററിൽ ട്രോളി വെച്ചാൽ മൂവ് ആവുകയില്ല. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും മാഗ്നറ്റിന്റെ സെറ്റപ്പ് ഉണ്ടായിരിക്കാം. അങ്ങനെ താഴെ എത്തിയപ്പോ പാറുവിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പാറുവിന് പെനി ഐസ്ക്രീം വാങ്ങി. അതിനിടയ്ക്ക് അച്ഛന്റെ പേഴ്സിൽ നിന്നും വേണ ചില്ലറ പൈസയൊക്കെ നിലത്ത് നിന്നും എടുത്തു കൊടുത്ത് അച്ഛനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അവള്. ഐസ്ക്രീം കിട്ടിയ സന്തോഷത്തിൽ നല്ല ഡാൻസും കളിക്കുന്നുണ്ടായിരുന്നു. ഇനി ഞങ്ങളുടെ ടൈമാണ്. ഞങ്ങൾ നേരെ ജ്യൂസി കോക്കനട്ട്സ് എന്ന് പറഞ്ഞ ഷോപ്പിലേക്ക് കയറി. അവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഞങ്ങൾ രണ്ടുപേരും കൂടി സെലക്ട് ചെയ്തത് മാംഗോ പൾപ്പി ബബിൾ ടീ ആണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടൈം ആണിത് കുടിക്കുന്നത്. പാറുവിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതില് മാംഗോയുടെ കുറച്ച് ബബിൾസും ഉണ്ടായിരുന്നു. എനിവേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടമായി. അതിനുശേഷം നേരെ കാർ പാർക്കിങ്ങിലേക്ക് പോയി. ട്രോളി ഉരുട്ടി കൊണ്ടുപോകാൻ പാറുവിന് നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ കുറച്ചു നേരം അവൾക്കും കൊടുത്തു അതിനൊരു അവസരം. ഇന്ന് വളരെ കുറച്ച് സമയമേ ഞങ്ങൾ ലുലുമാളിൽ സ്പെൻഡ് ചെയ്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് കാർ പാർക്കിങ്ങിന് 20 രൂപയേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇലക്ട്രിക് വണ്ടികൾ വന്നതിന് ശേഷം ലുലുമാളില് അതിനുള്ള ചാർജിങ് സ്റ്റേഷനും ഉണ്ട് കേട്ടോ. ഇനി നേരെ വീട്ടിലേക്ക്. വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയപ്പോൾ റോഡിലെല്ലാം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ആ തിരക്കുകൾക്കിടയിലൂടെ ഹാപ്പിയായി ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.